നമസ്കാരം. ഇത് പത്തനംതിട്ട ജില്ലയിലെ അരൂർ ഗ്രാമപഞ്ചായത്തിൽ മൂക്കന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജ്ഞാനാനന്ദ ഗുരുകുലം വിദ്യാലയത്തിൻ്റെ കോമ്പൗണ്ടാണ്. ഇവിടെ പ്രകൃതി രമണീയമായ ഈ ഒരു സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് സർപ്പക്കാവാണ് തിരുവശത്ത്. ഈ സ്കൂള് ഇവിടെ 9ാം ക്ലാസ് വരെ ഇപ്പോൾ സ്റ്റാൻഡേർഡുണ്ട്. അത് കൂടാതെ 10ാം ക്ലാസ്സിൽ അഫിലിയേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഇവിടെ രാമായണ മാസം കർക്കിടക 1 ഒരു പ്രശ്നോത്തരി ഒരു മത്സരം സംഘടിപ്പിക്കുകയാണ്. ടീച്ചർമാരും വിദ്യാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ബിജു നായരുടെ സാന്നിധ്യത്തിൽ ഈ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ട് നമ്മൾ നടത്തുന്ന ഒരു പ്രശ്നോത്തരി മത്സരം. സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ശുഭദിനം, സ്വാഗതം. ഇരിക്കൂ. ചേട്ടൻ്റെ പേര് ജയപ്രകാശ് എന്നാണ്. രാമായണ പ്രശ്നോത്തരി നടത്തുന്നുണ്ടാവും. ചേട്ടനെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് വീഡിയോ ഫോട്ടോഗ്രാഫി എടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലുമില്ല. നമ്മൾ നല്ലൊരു പരിപാടിക്ക് വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട്. എത്ര പേർക്ക് രാമായണം മഹാഭാരതത്തെക്കുറിച്ച് അറിയാം? കൈയൊന്ന് പൊക്കിയാൽ മതി, ചെറുതായിട്ട് കൈയൊന്ന് പൊക്കിയാൽ മതി. എത്ര പേർക്ക് അറിയാം? കണ്ടോ? കൈ ഉയർത്തിയത് ബോയ്സ് ആണല്ലോ. ബോയ്സ് ആരാ കൂടുതൽ രാമായണത്തെക്കുറിച്ച് അറിയാവുന്നവർ? ഒരാളും കൂടുതൽ അറിയത്തില്ലെങ്കിലും സാമാന്യം. അതാണ്. പേരെന്താ മോനെ? അനിരുദ്ധ്. ഒരു നിമിഷം ഒന്ന് എണീക്കാമോ? അപ്പോൾ അനിരുദ്ധാണ് വളരെ കോൺഫിഡൻ്റായിട്ട് ഈ രാമായണത്തെക്കുറിച്ച് അറിയാമെന്ന് ചോദിച്ചപ്പോൾ കൈ ഉയർത്തിയ ആൾ. അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞു അല്ലേ? എവിടെ താമസിക്കുന്നത്? എടപ്പാവൂർ. മുന്നേ ഏത് ക്ലാസ്സിലാണ്? 8th സ്റ്റാൻഡേർഡിൽ. ഇപ്പോൾ രാമായണത്തെക്കുറിച്ച് ഒരേ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. എല്ലാവർക്കുമായിട്ട് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതി തരിക ഉത്തരം കേട്ടോ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയോ പറയുകയോ ഒന്നും ചെയ്തത്. അടുത്തിരിക്കുന്ന നിങ്ങളുടെ വിശ്വാസമാണ്. ആരും നോക്കാതെ നേരെ ഇരുന്ന് അതിൻ്റെ ഉത്തരം എഴുതി സബ്മിറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഒരു ഉപഹാരമുണ്ട്, ഒരു സമ്മാനമുണ്ട്. അത് പുറകാലം കിട്ടും. ഇവിടെ സ്കൂളിലേക്ക് ഒരു വേദി വെച്ച് നിങ്ങൾക്ക് ആ സമ്മാനം തരും. ഒരു പുസ്തകമായിരിക്കും, വലിയ വിലപ്പെട്ട ഒരു പുസ്തകമായിരിക്കും, നല്ലൊരു പുസ്തകമായിരിക്കും. വായനാശീലം കുറവാണെന്നറിയാമെങ്കിലും വായിച്ചേ പറ്റും കേട്ടോ. അപ്പം നമ്മുടെ ഹിന്ദു പുരാണമാണ് രാമായണം അല്ലേ? അപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. രാമായണം എഴുതിയത് ആരാണെന്നറിയാം മോന്? വാൽമീകിയാണ് രാമായണം എഴുതി. പക്ഷെ നമ്മളൊക്കെ വായിക്കുന്ന രാമായണം മലയാളത്തിലില്ലേ? ആരാത്? എല്ലാവരും ഒന്ന് കൈയടിച്ച്. അപ്പം മോന് പേരെന്താ പറഞ്ഞേ? അനിരുദ്ധ് വളരെ ലാഘവത്തോടു കൂടി അതിന് മറുപടി വളരെ കൃത്യമായിട്ട് പറഞ്ഞു. എല്ലാവർക്കും അറിയാമായിരുന്നു? ഉത്തരം അറിയാവുന്നവർ എത്ര പേരുണ്ടായിരുന്നു? കൈപൊക്കിക്ക്. കണ്ടോ, ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പം കൈപൊക്കാൻ ഒത്തിരി പേരുണ്ട്. കുഴപ്പമില്ല, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? എന്നാലും ആ പെട്ടെന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയാനുള്ള ആ ഒരു ഇതിരിക്കണം. അപ്പോൾ നമുക്കിനിയും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മളെല്ലാവർക്കും ഓരോ പേപ്പർ തരും കേട്ടോ. ഈ പേപ്പറിൽ നിങ്ങൾ കുറിക്കുക നിങ്ങളുടെ ഉത്തരം. ഇതിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എത്ര പേരുണ്ട്? ആൺകുട്ടികൾ പറയാറില്ലേ? ഉണ്ടല്ലേ. 10ാം ക്ലാസ് വരെയല്ലേ ഉള്ളൂ ഇവിടെ? 10th ഇല്ലല്ലോ അല്ലേ? ഓക്കെ, ബാക്കിയെല്ലാം 8th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ബാധകമായ ക്വസ്റ്റ്യൻ തന്നെയാണ് രാമായണത്തിനെ ബേസ് ചെയ്ത്. അതുകൊണ്ട് തന്നെ ഇതിൽ പാർഷ്യാലിറ്റി ഒന്നുമില്ല. എല്ലാവർക്കും ഓരോ പേപ്പർ. അതിലൊന്നും പറയരുത്. കാരണം നിങ്ങൾ ഒരു മത്സര പരീക്ഷയായിട്ട് വിചാരിച്ച് വളരെ വിശ്വാസത്തോടുകൂടി നിങ്ങൾ ചർച്ചിക്കുന്ന വിശ്വാസമാണ്. ആരും നോക്കി പഠിക്കുന്നു എഴുതരുത്. പറഞ്ഞുതരാം. ആദ്യം എഴുതേണ്ടത് സ്കൂളിൻ്റെ പേര്. ബ്ലാങ്ക് കേട്ടോ. സ്കൂളിൻ്റെ പേര് എഴുതുക. 30 പേര് എഴുതുക. പിന്നീട് അടുത്ത് നിങ്ങളുടെ പേര് എഴുതുക. സൈഡിൽ
അതിൻ്റെ വശത്ത് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എഴുതുക, ഡിവിഷൻ എഴുതുക. പിന്നെ ഒരു വശത്ത് ഏറ്റവും ഒരു വശത്തല്ല നേരെ, അതായത് കാണിച്ചു എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ പേരും ഡിവിഷനും ഒക്കെ എഴുതി എല്ലാവരും നന്നായിട്ട് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിത് നടത്തില്ലേ ആരാ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു? ഇതൊരു പരീക്ഷയായിട്ട് കണക്ക് കുറച്ച് സമയമുണ്ട്. 5 മിനിറ്റ് ചിട്ടയായിട്ട് ഡിസിപ്ലിൻ കാണിക്കും. നിങ്ങളൊന്നും ചോദിക്കരുത്. എന്തായാലും ചോദിക്കാൻ എന്നോട് ചോദിക്കുന്നത് ഒരു ദിവസത്തെ ഡേറ്റ് എഴുതണം. തിരുത്തു വരാൻ പാടില്ല. വ്യക്തമായ നല്ല ഹാൻഡ് റൈറ്റിംഗിൽ എഴുതുക. പലവിധ പ്രൈസുകളുണ്ട് കേട്ടോ. ഈ പ്രശ്നം ഉത്തരം എഴുതുന്നവർക്ക് മാത്രം എല്ലാം ശരിയായിട്ടല്ല, നല്ല ഹാൻഡ് റൈറ്റിങ് നന്നായിട്ട് എഴുതി നല്ല വൃത്തി നല്ല അതൊക്കെ എനിക്ക് മാർക്കുണ്ട്. അതിനൊക്കെ പ്രൈസുണ്ട്. എന്താ പറഞ്ഞോ കാര്യം പറഞ്ഞോ. അപ്പൊ രാമായണം പ്രശ്നോത്തരി തുടങ്ങുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടോ. അപ്പം എല്ലാവരും മിണ്ടാതെ എഴുതണം. സംസാരിക്കുന്നവരുടെ നെഗറ്റീവ് മാർക്ക് വരും കേട്ടോ. തമ്മിൽ സംസാരിച്ചാൽ ഞാൻ നോക്കി എത്ര മാർക്കെന്ന് അറിയാം? 10. ഒരു ആൻസറിന് 2 മാർക്ക് വീതം കേട്ടോ. വലിയ ഇമ്പോർട്ടൻ്റ് ആണ് 2 മാർക്ക് വീതം. 5 ക്വസ്റ്റ്യന് 10 കേട്ടോ. വാൽമീകിയുടെ അക്ഷരവും തെറ്റിക്കണം. വാൽമീകി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഉച്ചാരണം വാൽമീകി എഴുതുമ്പോൾ എങ്ങനെ വാൽമീകി ഞാൻ പറയാൻ കാര്യം എന്താ തെറ്റിപ്പോയത്? ഇല്ലെഴുതരുത്. വാൽമീകി എന്ന് നമ്മൾ പ്രൊനൗൺസിയേഷനേ വരുന്നു, ഉച്ചാരണത്തിലെ പേര് വരുന്നു. പക്ഷെ എഴുതുന്നത് താ ഇട്ടിട്ട് മേളിൽ ഒരു ചന്ദ്രകര. വാൽമീകിയുടെ പൂർവനാമം എന്ത്? ഇപ്പം വാൽമീകിയുടെ പൂർവനാമം എന്ത് എഴുതിയോ? അതിൻ്റെ അടിയിൽ ആൻസർ എഴുതിയോ? രണ്ടാമത് 2 ക്വസ്റ്റ്യൻ നമ്പർ 2 ഇട്ടു. ശ്രീരാമന്റെ വംശം. അതെ ഓക്കെ. അടുത്തത് നീ എളുപ്പം പറയണം കേട്ടോ. ദശരഥ മഹാരാജാവിന്റെ എളുപ്പഴിക്കും ദശരഥ മഹാരാജാവിന്റെ പിതാവിന്റെ പേര്. ആൻസർ എഴുതിക്കോ കേട്ടോ. അടുത്തല്ലോ. അപ്പോൾ 3 ക്വസ്റ്റ്യനായി. 4ാമത്തെ അല്ലേ? പിതാവിന്റെ പേര് ആൻസർ എഴുതിയോ? യെസ് ഓർ നോ? നോ. എന്നാൽ എളുപ്പം എഴുതി. അപ്പം എത്ര ക്വസ്റ്റ്യനായി? 4. ക്വസ്റ്റ്യൻ നമ്പർ 4. ശ്രീരാമന്റെ മാതാപിതാക്കൾ ആരെല്ലാം? എളുപ്പമെഴുതിക്കൂ. ശ്രീരാമന്റെ മാതാപിതാക്കൾ ആരെല്ലാം? പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ അടിയിലത്തെ ലൈനിൽ എഴുതിക്കോളൂ. ശ്രീരാമന്റെ മാതാപിതാക്കൾ ആരെല്ലാം? എഴുതി കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ എഴുതി അല്ലേ? ചോദിക്കരുത്. ആരാ ചോദിക്കുന്നത്? ചോദിക്കാൻ പാടില്ല. നിങ്ങൾ അടുത്തടുത്തിരുന്ന് നിങ്ങൾക്ക് പരീക്ഷ ഉള്ള പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിശ്വാസമുണ്ട് കേട്ടോ. ശ്രീരാമൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? 5ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഒരു ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ്. ഓർത്തോണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. 5ാമത്തെ. ദശരഥൻ്റെ മന്ത്രി മുഖ്യൻ ആര്? ഇതിനകത്തെല്ലാം പിടിക്കും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി ചോദിച്ചാൽ കേട്ടോ. ഇതിനകത്ത് എല്ലാം പിടിക്കുന്നുണ്ട് ക്യാമറ. ശ്രദ്ധിച്ച് വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവോ ചോദിക്കുവോ ഒന്നും പാടില്ല.
ഇതൊക്കെ നിങ്ങൾ ചോദിച്ചും പറഞ്ഞും ഒക്കെ എഴുതുന്നവർക്കുള്ള പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങളിതൊരു ശീലമാക്കും. അവസാനം നിങ്ങളുടെ വെയിലൊരു എക്സാം വരുമ്പോൾ ഒരു IAS-ൻ്റെ ഒക്കെ വരുമ്പോൾ നിങ്ങൾ പെട്ടുപോകും. ആരും ചോദിക്കാനൊന്നുമില്ല, മനസ്സിലായി? അതുകൊണ്ട് ഇപ്പോഴേ അതിൻ്റെയൊക്കെ ഒരു മനസ്സിലൊരു ഉറപ്പ് വേണം. ഞാൻ തന്നെ എഴുതുള്ളൂ, ആരും കാണിക്കുകയും ചെയ്യില്ല. കാണിക്കാൻ എന്തോ നിങ്ങൾക്ക് വല്ലതും കിട്ടുമോ? പറഞ്ഞു കൊടുക്കാൻ വല്ലതും കിട്ടുമോ? ഒന്നും കിട്ടത്തില്ല. എന്തോ സ്നേഹം കിട്ടും. അതൊക്കെ താൽക്കാലിക സ്നേഹമാണ് കേട്ടോ, കാര്യം കാണാനുള്ള സ്നേഹം. അതുകൊണ്ട് അതൊന്നും ശാശ്വതമല്ല. അതിനുവേണ്ടി നിങ്ങൾ ആരും ബുദ്ധിമുട്ടരുത്. ഞാൻ പറയുന്നത് നിങ്ങളെ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആകുക. ഒരു അധ്യാപകൻ എങ്ങനെ സ്ട്രിക്റ്റ് ആകുന്നു അതുപോലെ കുട്ടികൾ തമ്മിൽ പരീക്ഷ എഴുതുമ്പോൾ സ്ട്രിക്റ്റ് ആയിരിക്കണം. അത് ഞാൻ കാണിക്കത്തുമില്ല, ഞാൻ ആരുടെ നോക്കത്തുമില്ല. എനിക്കറിയാമെന്ന് എഴുതിയാൽ മതി. നമ്മളുള്ളതുകൊണ്ട് തൃപ്തിപ്പെടും. തെറ്റ് വന്നാൽ തെറ്റ് ഞാൻ സഹിച്ചു, അല്ലേ? എല്ലാവരും എഴുതിയോ? അപ്പോൾ ഓക്കെ. റിസൾട്ട് ഇപ്പോൾ ഇവിടെ തന്നെ പറയും, നിങ്ങൾ ഇന്ന് തന്നെ പറയും കേട്ടോ. എന്നിട്ട് വേണ്ട, ക്യാമറയിൽ പിടിക്കുന്നുണ്ട് കേട്ടോ. ക്യാമറയിൽ ചോദിക്കുകയും പറയുന്നവരുടെയും നെഗറ്റീവ് മാർക്ക് വീഴും. ക്യാമറ പിടിക്കുന്നുണ്ട്, അത് പ്രത്യേകം ഓർമ്മ വേണം. മതി. സമയം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കത്തില്ല, എന്ന് തരികാന്നുള്ളത്. എഴുതി വിട്ടുപോയത് വിട്ടു, അറിയത്തില്ലേ പിന്നെ ഓർത്തിട്ട് തന്നെ കാര്യം, അല്ലേ? അത് കാര്യമില്ല, ഒന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നും. പഠിക്കാമല്ലോ, ഇനിയും പഠിക്കാമല്ലോ. തിരിച്ചാണ് തന്നെ ഇങ്ങോട്ട് ഈ പരീക്ഷയിൽ അറ്റൻഡ് ചെയ്ത് ഈ പരീക്ഷകൾ വരുമ്പോഴേ പേടിയുള്ളവർ എത്ര പേരുണ്ട്? ഒരു പരീക്ഷ പെട്ടെന്ന് ഇങ്ങനെ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ പേടിയുള്ളവർ എത്ര പേരുണ്ട്? അതാക്കായിട്ട് പറയണം കേട്ടോ. അത് പേടിയുണ്ടല്ലേ? പരീക്ഷ വരുമ്പോൾ പേടിയുണ്ട്. പരീക്ഷ എഴുതാനാണോ പേടി? ആണോ? എഴുതാത്തിന് അതിന് പറയുന്ന എക്സാം ഫിയർ എന്ന്, അല്ലേ, ഇംഗ്ലീഷിൽ? ഈ എക്സാം ഫിയർ വരാതിരിക്കാൻ എന്തോ ചെയ്യണമെന്നറിയാമോ? എന്ത് ചെയ്യണം? പഠിക്കാതെ ഒന്നും പറ്റില്ല. പക്ഷേ എക്സാം ഫിയർ വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, പഠിച്ച് എല്ലാവരും പഠിക്കുന്നവരാണ്, പക്ഷെ നമ്മൾ റിവൈസ് ചെയ്യണം. റിവിഷൻ്റെ കുറവ് കൊണ്ടാണ് നിങ്ങൾക്ക് പേടി വരുന്നത്. നമ്മൾ എത്ര പ്രാവശ്യം റിവിഷൻ ചെയ്തു? 3 പ്രാവശ്യത്തിൽ 4-5 പ്രാവശ്യം റിവിഷൻ ചെയ്യണം. എന്നാലേ ഒരു പഠനം പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് പൂർണ്ണമാക്കും കേട്ടോ. മോനൊന്ന് എണീറ്റ് ചെയ്യുന്ന മോനെ. അപ്പം DXN എന്ന് പറയുന്ന ഇന്റർനാഷണൽ മൾട്ടിനാഷണൽ കമ്പനി സ്പോൺസർ ചെയ്ത വളരെ വിലപിടിപ്പുള്ള ഒരു ചെറിയ ഒരു സോപ്പ്. ഇത് സോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഈ സോപ്പിനെ പ്രത്യേകത മനസ്സിലാവും. ഞാൻ വീട്ടിൽ വിളിച്ചു പറയും. സൺ പ്രൊട്ടക്റ്റ്, സണ്ണിൻ്റെ റേസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുമോ നിങ്ങൾ? സൺസ്ക്രീൻ. പക്ഷേ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ നാച്ചുറൽ സ്കിന്നിൻ്റെ വളർച്ചയെ ബാധിക്കും, അതിലെ സെൽസിനെ നശിപ്പിക്കും. കാലക്രമേണ നിങ്ങളുടെ സ്കിൻ അമ്മൂമ്മയായിട്ട് പെട്ടെന്ന് മാറും, ചുളുങ്ങും. ആദ്യം നല്ല ഗ്ലേസും ഗ്ലാമറും ആയിരിക്കും, അല്ലേ? ആൺപിള്ളേരല്ല ഉപയോഗിക്കുന്നത്, പെൺപിള്ളേർ. അതുകൊണ്ടാണ് ഞാൻ പെൺപിള്ളേരെ നോക്കി പറയും. കാരണം ഇത്രയും സാധനങ്ങൾ ഉപയോഗിക്കാറുള്ളത് പെൺപിള്ളേർ. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ശാസ്ത്രീയമായിട്ട് ശരിയാണോ എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. പഠനങ്ങളിൽ നിന്ന് തെളിഞ്ഞതാണ്. അപ്പോൾ ഈ സൺസ്ക്രീന് നമ്മൾ വേടിയ വെയിലത്തൊക്കെ ഉപയോഗിച്ചു. അതിന് ഭേദം എന്താണെന്നറിയോ? കൈ മുഴുവൻ മൂടുന്ന, മുഖമൊക്കെ മൂടുന്ന എന്തെങ്കിലും ധരിച്ചുകൊണ്ട് വെയിലത്ത് യാത്ര ചെയ്യുക. അപ്പോൾ പിന്നെ സൺസ്ക്രീനിൽ നിന്ന് പ്രൊട്ടക്റ്റഡാണ്. എന്നാൽ ഈ സോപ്പ് ഉപയോഗിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല, അത് കമ്പനിയുടെ പരസ്യമായിട്ട് പോകും. അങ്ങനെയല്ല. ഈ സോപ്പിൻ്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് സാധാരണ സോപ്പിൽ അടങ്ങിയിരിക്കുന്ന മെയിൻ കാര്യം ഈ പതയാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കൽ എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. പതയാൻ വേണ്ടി ഒരു കെമിക്കൽ ഉപയോഗിക്കും. ആ കെമിക്കൽ നമ്മുടെ ശരീരത്തിൻ്റെ തൊലിക്ക് കേടാണ് കാലക്രമേണ. അതുകൊണ്ട് പെട്ടെന്ന് ചുളിവ് വരും. അതിനകത്ത് ഉപയോഗിക്കുന്ന പത വരാനുള്ള കെമിക്കലുണ്ട്. ആ കെമിക്കൽ ഉപയോഗിക്കാത്ത സോപ്പാണ് ഇപ്പോൾ ഞാൻ കൊടുത്തത് കേട്ടോ. DXൻ്റെ ലിങ്ഷി ഗാനോഷി ഷോപ്പ് എന്ന് പറയും. അല്ലേ, സോപ്പിൻ്റെ പേരെന്ത്? അതുകൊണ്ട് അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ ഞാൻ അവരുടെ വീട്ടിൽ പറയും. കാരണം ആർക്കാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു സോപ്പ് ഉപയോഗിക്കാനൊക്കത്തില്ല. ഒരാളൊരു സോപ്പല്ലേ ഉപയോഗിക്കും, അവരുപയോഗിക്കും. സ്കിന്നിൻ്റെ രോഗാണുക്കളിൽ നിന്ന് സ്കിന്നിനെ വിമുക്തമാക്കി
അതുപോലെ സ്കിന്നിന് മറ്റെന്തെങ്കിലും ചൊറിച്ചിലോ രോഗങ്ങളോ ഉള്ളവർക്ക് പോലും ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ സോപ്പ് കൊണ്ട് പ്രയോജനം കിട്ടുന്നു എന്നുള്ളതാണ് പ്രൂവൺ ആയിട്ടുള്ളത്. അതുകൊണ്ട് മറ്റ് കെമിക്കലില്ലാത്ത ഈ സോപ്പ് പുരട്ടി നിങ്ങളുടെ ഗ്ലേസിങ് ഒക്കെ നാച്ചുറൽ ഗ്ലേസിങ് വരുത്താം തൊലിക്ക് കേട്ടോ. അതാണ് മുഖത്തൊക്കെ പുരട്ടിയിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളഞ്ഞാൽ മതി. നല്ല ഗ്ലേസിങ് നല്ല ഭംഗിയായിട്ട് മുഖം കീപ്പ് ചെയ്യാൻ പറ്റും. ആമ്പിള്ളേർക്കും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് കൈയടിച്ച് കഴിഞ്ഞു നമ്മുടെ വരും. അപ്പോൾ നന്ദി എല്ലാവർക്കും. എല്ലാവരുടെയും റിസൾട്ട് പുറകാലെ അറിയിക്കുകയും ചെയ്യാം, നിങ്ങളെ അനുമോദിക്കുകയും ചെയ്യും. നന്ദി, വീണ്ടും കാണാം. എല്ലാവർക്കും സാദര നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ സ്കൂളിൽ ഒരു രാമായണ പ്രശ്നോത്തരി മത്സരം നടത്തിയിരുന്നു. അപ്പം അതിൻ്റെ ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ ഒരു മത്സരം നമുക്ക് വേണ്ടി സമർപ്പിച്ചത് ശ്രീ ജയപ്രകാശ് ചേട്ടനാണ്. അദ്ദേഹം ജന്മഭൂമിയുടെ പത്രവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. നമ്മുടെ സ്കൂളിൽ ആ പത്രത്തിൻ്റെ കോപ്പി, പര്യാപ്തമായ കോപ്പി തരുന്നതിനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. ചേട്ടനെ വളരെ സ്നേഹത്തോടു കൂടി ഈ വന്ദനാ സഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ പ്രൈസ് തന്നെയാണ് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ശ്രീമതി അനുരാധ ശ്രീജിത്ത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പർ കൂടിയാണ്. നമ്മുടെ സ്ഥലത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. ചേച്ചിയെ വളരെ സ്നേഹത്തോടു കൂടി ഈ നമ്മുടെ CTA വൈസ് പ്രസിഡന്റ് പ്രവീൺ ചേട്ടനെയും ഈ ഒരു ഇത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പരിപാടിയല്ല. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിൽ വസായി എന്ന് പറയുന്ന ഒരു ടൗൺഷിപ്പ്, ഒരു ഗ്രാമമാണ്. അവിടെ മലയാളികൾ ധാരാളം, ഈ ഒരു ക്ലാസ് അവിടെ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ മലയാളി സ്റ്റുഡൻസൊക്കെ ധാരാളമുണ്ട്. ആ വിദ്യാലയങ്ങളിലൊക്കെ ഞാൻ ഒരു ഏകലവ്യ സ്വാധ്യായമാല, അതായത് ഏകലവ്യ പ്രകാശൻ പബ്ലിക്കേഷൻ്റെ പുസ്തകങ്ങളുമായിട്ട് അതിൻ്റെ സെമിനാർ കണ്ടക്ട് ചെയ്ത് കോർഡിനേറ്റ് ചെയ്തുള്ള പരിചയം വെച്ച് ഇവിടെ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ, കാരണം കുട്ടികൾക്ക് എപ്പോഴും പ്രചോദനമാണ് ആവശ്യം. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് രാമായണം പ്രശ്നോത്തരി ഈ പരിപാടി, ഈ ഒരു എഴുത്ത് പരീക്ഷ നമ്മൾ കർക്കിടക 1, അതായത് ജൂലൈ 17-ാം തീയതി നമ്മളിവിടെ കണ്ടക്ട് ചെയ്തത്. ഇതിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം നിങ്ങളോട് ഈ സ്കൂളിന് ഉള്ള ഒരു പ്രത്യേക സ്നേഹം അത് പരിഗണിച്ചാണ് ഇങ്ങനത്തെയൊക്കെ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കുക. ഞങ്ങൾക്കെല്ലാവർക്കും, അതായത് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അനുരാധ ശ്രീജിത്ത് മാഡം പെട്ടെന്ന് തയ്യാറായി ഇവിടെ വരെ എത്തി ഈ പരിപാടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് പോകാനായിട്ട് വന്നതാണ്. വേറെ പരിപാടിയുണ്ട്, അതുകൊണ്ട് അതിനെ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ പരിപാടി, കാരണം ഈ രാമായണം മാത്രമല്ല
മറ്റ് നമ്മുടെ ധന്യമായ ഭാരത സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളായ മറ്റു പുസ്തകങ്ങളൊക്കെ ധാരാളമുണ്ട്. നിങ്ങൾ വായിച്ചു വളരണം. മൊബൈലിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വായനാശീലം പറ്റില്ല. വായിച്ചു മനസ്സിലാക്കിയാലേ നമുക്ക് ഭാവനയിൽ അത് ചിന്തിച്ച് അത് കൊണ്ടുവന്നാലേ നമുക്ക് സ്ഥിരപ്രതിഷ്ഠ നേടാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് തത്വം. അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ വായനാശീലത്തിലേക്ക് വരിക. അതുകൊണ്ട് ഞാൻ ഈ പുസ്തകം വിതരണം ചെയ്യുവാനായി ഫസ്റ്റ് പ്രൈസ് ഓരോരുത്തരെയായി കിട്ടുമ്പോൾ ഇവിടെ വന്ന് വാങ്ങുക. നിങ്ങൾ വായിക്കണം. വായിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി ഇവിടെ പ്രധാന അധ്യാപകനായ ബിജു സാറിനോട് പറയണം. അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. നിങ്ങൾ വായിച്ചു വളരുന്നു എന്ന് പറയുന്നത്. അനുരാധ സ്വീറ്റ് മാഡത്തിനെ ക്ഷണിക്കട്ടെ. ഇത് വിതരണം ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് ആരും മോശക്കാരല്ല. കാരണം എല്ലാവരും പഠിച്ചു വളരുകയാണ്, വായിച്ചു വളരുകയാണ്. അപ്പം ഈ രാമായണം പോലുള്ള കഥാപാത്രങ്ങളെയൊക്കെ കൃത്യമായിട്ട് മനസ്സിൽ പ്രതിഷ്ഠിക്കണം നമ്മൾ. അപ്പോൾ എന്തായാലും മാർക്ക് വളരെ കുറവൊന്നുമല്ല. എല്ലാവരും 50% മുകളിൽ 50% മാർക്ക് വാങ്ങിയിട്ടുണ്ട്. 50% മുകളിൽ എത്തിയിട്ടുള്ളൂ. നമുക്കൊരു 60%, 100% ഇങ്ങനെയുള്ള പ്രശ്ന പരിപാടികൾ ഉത്തരം നൽകുവാൻ നമുക്ക് സാധിക്കണം. എന്തായാലും രാമായണം പ്രശ്നോത്തരി 3rd പ്രൈസ് ആദ്യമായിട്ട് വിളിക്കുകയാണ് അനിരുദ്ധ് ശ്രീ നായർ, സ്റ്റാൻഡേർഡ് 8ാം ക്ലാസ്സിൽ. അപ്പോൾ ഇദ്ദേഹം ഒരു 3rd പ്രൈസ് എന്ന് വെച്ച് നിങ്ങൾ നിസ്സാരമായി കാണണ്ട. ആദ്യം ഒരു സ്പോട്ട് ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചപ്പോൾ ആദ്യമായി എല്ലാവരിലും കൈയുയർത്തി ആദ്യം മറുപടി പറഞ്ഞ ഒരു വിദ്യാർത്ഥി കൂടിയാണ്. അത് ഈ എഴുത്ത് പരീക്ഷയിൽപ്പെട്ടതല്ലായിരുന്നു. അതിന് അപ്പോൾ 2ാം സ്ഥാനം, 2ാം പ്രൈസ്, 2nd പ്രൈസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ആശ്രിത് പ്രവീൺ, സ്റ്റാൻഡേർഡ് 8. ഇവരുടെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഒന്നാം സമ്മാനം നേടിയ ദേവസൂര്യൻ എം, സ്റ്റാൻഡേർഡ് 9A, 6 മാർക്ക് 10. സ്റ്റാൻഡേർഡ് 9A പഠിക്കുന്ന വിദ്യാർത്ഥി ഇനിയും ഉയരങ്ങളിലേക്ക് വരട്ടെ. നല്ലതായിട്ട് വായിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പം എല്ലാവർക്കും നന്ദി. ഇവിടെ ഇത്രയധികം സമയം ചെലവഴിച്ച പ്രധാന അധ്യാപകൻ ബിജു സാറ്, പിന്നെ പ്രവീണിൻ്റെ ഫാദർ വളരെ ദൂരത്തുനിന്നല്ല, അദ്ദേഹം അടുത്ത് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫാദർ ചികിത്സയിലാണെന്ന് അറിയുന്നു. എന്നിട്ടും വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇന്ന് ഇവിടെ വരെ എത്തി. കാരണം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇത് തന്നെയാണ്, കുട്ടികൾ വായിച്ചു വളരണം. അദ്ദേഹത്തിൻ്റെ കുട്ടി ഇവിടെ സമ്മാനം നേടിക്കൊണ്ട് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ കുട്ടികൾ വായിച്ചു വളരണം. അപ്പോൾ തീർച്ചയായും അതിന് പ്രചോദനം കൊടുത്ത് മാത്രമേ ഇവിടെ എത്തി. പിന്നെ മാഡത്തിനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ചെറുതിയായതുകൊണ്ട് നിങ്ങളെ കണ്ടിട്ട് പോകാമെന്ന് കരുതിയാണ്. കുട്ടികളാണ്.